ഈ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ വന്ന കേസ് 4 കേസുകളാണ്. അതിലൊന്ന് ഷിയ സമുദായം ഞങ്ങളെ പ്രതിനിധിയെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ കേസുണ്ട്, ബോറ സമുദായം ഞങ്ങളെ പ്രതിനിധിയെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ കേസുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മാനദണ്ഡങ്ങളും നിയമങ്ങളും പാലിച്ചിട്ടില്ല, പിന്നെ സാങ്കേതികമായി ഇതിൻ്റെ രൂപീകരണം തെറ്റാണ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അതുപോലെ തന്നെ 2 മുസ്ലിം പ്രതിനിധികളെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഷോൺ ജോർജ് കൊടുത്ത കേസുണ്ട്. ഇത് 4ഉം കൂടി ഹൈക്കോടതി ക്ലബ് ചെയ്തിട്ടാണ് വിചാരണ ആരംഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ 2 മുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല, കേരള ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇതിൻ്റെ രൂപീകരണം നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞ കേസിലും മറ്റ് കേസുകളിലും ഞങ്ങളത് പരിശോധിക്കും എന്ന് കോടതിയോട് പറഞ്ഞു. അപ്പോൾ കോടതി അങ്ങനെ വിധി വന്നു. കോടതി വിധി ഇപ്പോൾ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് വെക്കുന്നുണ്ട്. തമിഴ്നാട് ഒക്കെ ബോർഡ് പിരിച്ചുവിട്ടത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ അപ്പീൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ വിധികളൊക്കെ വരാനുണ്ട്. അതിനനുസൃതമായി രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥക്കൊക്കെ അനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് കേരള ഗവൺമെൻറ് എടുക്കുക. ഞങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പാർലമെൻറ്റിൽ ഈ ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മതവിഭാഗത്തിൻ്റെ മതപരമായ കാര്യങ്ങളിൽ മറ്റു മതവിഭാഗങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് ശരിയല്ല. ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ വെക്കാൻ പറ്റില്ല, ചർച്ചുകളിൽ പിന്നെ മറ്റു സമുദായങ്ങളെ വെക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇതിൽ മുസ്ലിങ്ങളല്ലാത്തവർ വരുന്നത് ശരിയല്ല എന്ന വാദം അന്നും ഇന്നും മുസ്ലിം ലീഗിന് എന്നും ഉണ്ടാവും. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.